ഇന്നലെ എന്നെപ്പോലെ തന്നെ 100 പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പെണ്ണിൻ്റെ സംസാരം നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അയാൾ ഫ്രണ്ടിൽ നിന്ന് ഒരു യുവതിയായിട്ട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന്. പക്ഷേ സത്യത്തിൽ ഇവളെടുത്ത വീഡിയോയിൽ അയാളുമായിട്ടുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഈ എൻ്റെ ഒരു വോയിസും ഇവിടെ വോയിസും കൂടെ വെച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ടിൽ ഇവളാണ് അടുത്ത് നിൽക്കുന്നത്, അതിൻ്റെ ബാക്കിലാണ് വേറൊരു പെങ്കൊച്ച് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ മറുപടി നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നേ. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ബാക്കി നിൽക്കുന്ന ഇവർക്ക് എങ്ങനെ മനസ്സിലായി അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം? നമ്മളിപ്പോൾ ബസ്സിൽ നിൽക്കുമ്പോൾ ഒന്നുകിൽ നേരോട്ട് നോക്കി നിൽക്കും, അല്ലെങ്കിൽ ചരിഞ്ഞ് നിൽക്കും. എന്തായാലും നിൽക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടെന്ന് ഇവക്കെങ്ങനെ മനസ്സിലായി? അതാണ് നോട്ട് ദ പോയിന്റ്. അയാൾ അങ്ങനെ ഒട്ടി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പം ഞാൻ നിങ്ങളെടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഇവളെടുത്ത വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അതിനകത്ത് അയാൾ അതിൻ്റെ മുന്നിലുള്ള ആളുമായിട്ട് ഒട്ടിപ്പിടിച്ചാണോ നിൽക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഇവളും അയാളുമായിട്ടുള്ളൊരു ഗ്യാപ്പ് നിങ്ങളൊന്ന് നോക്കണേ. ഒന്നും ചോദിച്ചില്ല. ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാളത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. അയാളത് നോക്കുന്നു. നമ്മൾ ഇവിടെ വീഡിയോയിൽ നമ്മളത് കണ്ടില്ല, കണ്ടോ? അയാൾ ഗ്യാപ്പിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അയാളുടെ മുഖം പോലും അതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, ഒരു വശം മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുറേ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തോണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു, കാരണം അയാൾ തൊട്ടി റൂമിൽ നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനുണ്ട്. മോളെ, എൻ്റെ ചോദ്യം ഇതാണ്. ഒരാൾ അപമര്യാദയെ പെരുമാറുന്ന നീ കണ്ടു, അയാളുടെ സ്വഭാവം ശരിയല്ലെന്ന് നീ കണ്ടു, പിന്നെ നീ എന്തിനാണ് അയാൾ ഇറങ്ങുമ്പം അയാളുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത്? ഇപ്പോൾ ഒരാൾ മോശമായിട്ട് പെരുമാറിയെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടല്ലേ നിൽക്കുന്നത്. അയാൾ നമ്മളെ തൊട്ടും അല്ലെങ്കിൽ അയാൾ നമ്മളെ തട്ടുമെന്ന് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് അയാൾ ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെ ഇറങ്ങുകയും വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുന്നത്? അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ഈ അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകെ അല്ല, നിങ്ങൾ വീഡിയോയിൽ എവിടെയെങ്കിലും അവൾ മാറി നിൽക്കുന്നതായിട്ട് കണ്ടോ? അല്ലെങ്കിൽ അയാൾ ഇറങ്ങി ഓടുന്നതായിട്ട് കണ്ടോ? അല്ലെങ്കിൽ ഇവള് ചോദിക്കുന്നതായിട്ട് കേട്ടോ? അപ്പം ബാക്കിയും കൂടെ നിങ്ങൾ കേൾക്കുക. ഉണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. കൊള്ളാം. ഈ വ്യക്തി 5 വർഷം പഞ്ചായത്ത് അംഗമായിട്ടിരുന്നൊരു മെമ്പറായിട്ടോ അങ്ങാണ്ടിരുന്നൊരു വ്യക്തിയാണ് ഈ പെണ്ണ്. അപ്പം എന്താ പറയുക, ബാക്കിയും കൂടെ കേൾക്കാം. തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്തു. പറയാൻ പറ്റും ആ വ്യക്തി ജീവൻ ഒടുക്കി എന്നറിഞ്ഞപ്പം ഈ വ്യക്തിയുടെ മറുപടി എന്താണെന്ന് കേട്ട് നോക്കണേ. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും സന്തോഷമായി കാണുമല്ലോ. നീ അവിടെ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, നീ അവിടെ നിന്ന് ശബ്ദം ഉയർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ പറയുന്നൊരു പെൺകുട്ടി മുന്നിലിരുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒന്ന് ശബ്ദം ഇയാളും ഇങ്ങനെ അപമര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നീ എന്തായാലും 5 വർഷം പഞ്ചായത്ത് ഭരിച്ച ആളല്ലേ, എന്തേ അപ്പോൾ ഒരു ബുദ്ധി തോന്നാഞ്ഞേ? ബസ്സിനകത്തിരുന്ന് പിന്നെയും അയാൾ ഇറങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട? എന്തുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുത്തില്ല? അപ്പോൾ ഓക്കെ, എന്തായാലും നിനക്ക് സമാധാനമായി കാണും. ഒരു കുടുംബത്തിൻ്റെ കണ്ണീരിന്, ഒരു കുടുംബത്തിൻ്റെ ശാപം എന്തായാലും അത് വിട്ടുപോയില്ല. കർമ്മ അത് കിട്ടുക തന്നെ ചെയ്യും മോളെ. വൈറലാകാനേ ഒരുപാട് മാർഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇത് വേണ്ടായിരുന്നു കേട്ടോ. പ്രതികരിച്ചിരുന്നെങ്കിൽ, നീ ആ സമയത്ത് പ്രതികരിച്ചെങ്കിൽ ഈ പറയുന്ന എല്ലാ വ്യക്തികളും ആണുങ്ങൾ സഹിതം നിൻ്റെ കൂടെ നിന്നേനെ. പക്ഷേ ഒന്നും പറയാനില്ല. പോയ അച്ഛനും അമ്മയ്ക്കും പോയി, അത്ര തന്നെ.